ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വരുന്ന 11-ാം തീയതി പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന അവസരത്തിൽ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക അറിയിപ്പ് എത്തിയിട്ടില്ലെങ്കിലും 11-ാം തീയതി വിതരണം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതുവരെ EKYC ചെയ്യാത്തവർ എത്രയും വേഗം അത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. EKYC അപ്ഡേറ്റ് ചെയ്യുന്ന മുറക്ക് മാത്രമേ പേയ്മെൻറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയുള്ളൂ. നിലവിൽ പേയ്മെൻറ്റുകൾ അപ്ഡേഷൻ ഘട്ടത്തിലാണ് ഉള്ളത്. PFMS പോർട്ടൽ ഉടൻ തന്നെ ഓപ്പൺ ആകുമെന്നും അതോടെ 2022 മുതൽ പേയ്മെൻറ്റുകൾ മുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക ലഭിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വരൾച്ച ദുരിതം നേരിട്ടിട്ടുള്ള കർഷകർക്കുള്ള ധനസഹായ വിതരണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ തുക എത്തിയതിനെക്കുറിച്ചുള്ള മെസ്സേജുകൾ ഫോണിൽ വരാത്തത് കൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ബാലൻസോ കൃത്യമായിട്ട് പരിശോധിച്ച് തുക ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടാതെ കൃഷിയിടങ്ങളിൽ ഡ്രിപ്പ് ഇറിഗേഷൻ അതോടൊപ്പം മൈക്രോ സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട്. അപ്പോൾ ഈ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്കും അപേക്ഷ നടപടികൾക്കുമായി നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായോ അല്ലെങ്കിൽ കൃഷി ഓഫീസർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസറുമായോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ വിവിധ സംസ്ഥാനങ്ങൾക്ക് PM കിസാനുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൽ കേരളത്തിനും അറിയിപ്പുണ്ട്. അതായത് സർക്കാർ വിതരണം ചെയ്യുന്ന ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ എത്രയും വേഗം കേരളത്തിലുള്ള 68,000-ന് മുകളിലുള്ള കർഷകർ അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഈ 68,000 പേരുടെ ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ ആധാർ വെബ്സൈറ്റിൽ കയറി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യണം. കർഷകർ തീർച്ചയായും ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഇന്നാക്റ്റീവായി കിടക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലെത്തി ആധാറുമായി ബന്ധിപ്പിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ PM കിസാൻ ആനുകൂല്യം മുടങ്ങിയവർക്ക് വിതരണം ചെയ്തു എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതിൽ ഉൾപ്പെടാത്ത കർഷകരും നിലവിൽ ആനുകൂല്യം വാങ്ങുന്ന കർഷകരും ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അപ്ഡേഷൻ നോക്കേണ്ടതാണ്. നമ്മുടെ ആധാർ നമ്പർ ഉൾപ്പെടെ നൽകിയ കഴിഞ്ഞാൽ കൃത്യമായി ആധാർ ഏത് അക്കൗണ്ടുമായാണ് ബന്ധിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കും. അക്കൗണ്ട് ആക്റ്റീവായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ പണം ലഭിക്കും. ഇനി ബാങ്കിൽ പോയി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയും നടക്കും. പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന് ആധാർ ബന്ധിപ്പിച്ച് പോസ്റ്റൽ അക്കൗണ്ട് IPBP അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയും ഇത് ആക്റ്റീവാക്കാവുന്നതാണ്. PM കിസാൻ സമ്മാൻ നിധി ധനസഹായം വിതരണം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.